ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് മീഷോന്ന് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് നാൾ മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്, പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരുവിധം ഉപയോഗിച്ചൊരു പരിവായിട്ടുണ്ട്. എനിവേയ്സ്, നമുക്കപ്പോൾ ആദ്യത്തെ എന്താണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ഒരു സീൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ എന്തെങ്കിലും പാക്കറ്റുകൾ പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ സീൽ ചെയ്യുന്ന പോലത്തെ. അതിൻ്റെ കൂടെ അതിനൊരു ചാർജറും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അത് സീലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനത് ചാർജിലിട്ടിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കി. ചാർജ് ഇല്ലാണ്ടാണാവോ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷെ അത് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ റിട്ടേൺ ചെയ്തു. അതിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ അതിനൊരു ലൈറ്റൊക്കെ കത്തും. ഓൾറെഡി ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഒന്നും കൂടി ചാർജ് ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അത് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് റിട്ടേൺ അയച്ചു. ഇതിനകത്ത് വന്ന എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചിലതൊക്കെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ തന്നെ പാക്കിങ്ങിൽ ഞാൻ സീൽ ചെയ്ത് നോക്കുമായിരുന്നു വർക്കാവുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്. പക്ഷെ അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനിതിങ്ങനെ കുറേ ആഗ്രഹിച്ച് മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വർക്കാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനതിങ്ങനെ 3-4 തവണ പരീക്ഷിച്ച് നോക്കി. പക്ഷെ അത് വർക്കാവുന്നില്ല. പിന്നെയും ഞാൻ ട്രൈ ചെയ്തു, എന്നിട്ടും വർക്കാവുന്നില്ല. അപ്പോൾ അത് റിട്ടേൺ അയച്ചു. അങ്ങനെ പിന്നെന്താ, ഞാനിതുപോലെ മീഷോന്ന് കുറേ അഫോർഡബിൾ പ്രൈസിന് കുറേ സാധനങ്ങൾ മേടിക്കാറുണ്ട്. ചിലതെല്ലാം നല്ല രീതിയിൽ വർക്കാവാറുണ്ട് കേട്ടോ. അതായത് നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ കിട്ടാറുണ്ട്. ഞാനങ്ങനെ അധികം പൈസ കൊടുത്ത് ഞാനങ്ങനെ ചെയ്യാറില്ല. അതായത് എനിക്കിങ്ങനെ സാധനങ്ങൾ ഞാൻ മേടിക്കാറില്ല. ഞാൻ അഫോർഡബിൾ പ്രൈസിന് കിട്ടുമ്പോൾ, ഓഫറിലൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ പരീക്ഷണാർത്ഥം വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്തായാലും നമ്മൾ റിട്ടേൺ അയക്കുകയാണ്. ഇനി അടുത്തത് എന്താ പറയുക, ഒരു മറ്റേ ബ്ലാക്ക് ബോർഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റിക്കറാണ്. അത് ഞാൻ മിമുവാവ ഇങ്ങനെ ചുമരുമൊക്കെ വരച്ചിട്ട് തുടങ്ങിയപ്പോൾ അവളെ അതിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു സംഭവമാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. അത്യാവശ്യം നമ്മുടെ ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ വലുപ്പത്തിലാണ് ആ ഒരു റോള് വരുന്നത്. അതിങ്ങനെ സ്റ്റിക്കറാണ്. നമുക്കിങ്ങനെ പൊളിച്ച് നമുക്കിങ്ങനെ ഒട്ടിക്കാൻ പറ്റും. ചുമരുമ്മ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ സാധാ ചോക്ക് വെച്ചിട്ട് എഴുതാൻ കൊടുക്കാം പിള്ളേർക്ക്. കുട്ടികളുള്ള വീട്ടിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. മിമു അത് കുറേ നാൾ ഉപയോഗിച്ചു. പിന്നെ അവളത് ബോറടിച്ച് തുടങ്ങിയപ്പോൾ അവളത് പറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇൻ കേസ് അത് പറിച്ചെടുക്കുകയാണെങ്കിൽ തന്നെയും അവിടെ നിന്ന് പെയിൻറ്റ് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു സ്കൈ ബ്ലൂ കളർ ഡ്രസ്സാണ്. പക്ഷെ അത് ഇതിൽ കാണാനായിട്ട് നല്ല രസമായിരുന്നു. എനിക്കത് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖം മാറി. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല വന്നിരിക്കണേ. പിന്നെ അതിൻ്റെ ഷോ ബട്ടണൊക്കെ ഒരു ലോക്കൽ സംഭവമായിരുന്നു. ഒരു റോംബർ പോലത്തെ ഒരു ജംപ് സ്യൂട്ട് പോലത്തെ ഒരു സാധനം. റോംബറല്ല, ജംപ് സ്യൂട്ട് പോലത്തെ ഒരു സാധനമായിരുന്നു. പക്ഷെ അത് മെറ്റീരിയലും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഷോ ബട്ടണൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്പോട്ടിൽ എനിക്കൊന്നും രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല. അത് ഞാൻ സ്പോട്ടിൽ തന്നെ റിട്ടേൺ എന്നുള്ള ഇതിലേക്ക് പോയി. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ കൂടുതലും ഇപ്രാവശ്യം മിമൂനാണ് ഓർഡർ ചെയ്തത്. അവൾക്ക് കുറച്ച് ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ട്, ഡെയിലി വെയർ സംഭവങ്ങൾ. അപ്പോൾ ഇതൊരു അടിപൊളി സെറ്റാട്ടോ. ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്, ഒരു ട്രൗസേഴ്സും ബനിയനും, അത് ടെഡിയുടെ പ്രിൻ്റൊക്കെ വരുന്ന ഒരു അടിപൊളി ഡ്രസ്സ്. അത് ഇട്ട് കാണാനും നല്ല ഭംഗിയായിരുന്നു. മെറ്റീരിയലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ക്വാളിറ്റി. കുറേ പ്രാവശ്യം ഞങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്തതിന് ശേഷം ആണ് അത് പ്രിൻ്റൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാഞ്ഞു തുടങ്ങി. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചതിന് ശേഷം അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ 10/10 കൊടുക്കും റേറ്റിംഗ് അതിന്. അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതും മിമുവിൻ്റെ ഒരു ഡ്രസ്സാണ്. ഒരു എന്താ പറയുക, ഒരു ഉടുപ്പ് കൈൻഡ് ഓഫ് ഒരു സംഭവം. അതും നല്ല മെറ്റീരിയലായിരുന്നു. പക്ഷെ അത് ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷെ ഡെയിലി യൂസിന് നല്ലതാണ്. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടിച്ച് വേണമെങ്കിൽ വെറുതെ ചുമ്മാ ഒരു റൈഡൊക്കെ പോകുമ്പോൾ ഇടാം. ദെൻ വീട്ടിലിടിക്കാം എന്നുള്ളൊരു പർപ്പസിലാണ് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ മേടിക്കാറ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്നൊരു പ്രൊഡക്റ്റാണ്. ഒരു പ്ലെയിൻ ബ്ലാക്ക് കുർത്ത സെറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പും ബോട്ടവും ആയിട്ടുള്ള ഒരു
സെറ്റ്. അത് എന്താ പറയുക, ഞാൻ അങ്ങനെ വാങ്ങണോ വാങ്ങണ്ടേ എന്നിങ്ങനെ കുറേ ഡൗട്ടടിച്ച് വാങ്ങിച്ചൊരു സംഭവമാണ്. അത് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കത് വൻ നഷ്ടമായേനെ. ഒരു അടിപൊളി സെറ്റാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയും കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ചെറിയ രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഇന്നറൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഇടുവാണെങ്കിൽ പക്കാ പെർഫെക്റ്റായിട്ട് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ്. ഞാൻ എക്സൽ സൈസാണ് എടുത്തത്. എനിക്ക് ചില ഡ്രസ്സുകൾ എനിക്ക് ലാർജ് ഓക്കെ ആവും, ചിലത് എനിക്ക് എക്സലായിരിക്കും വർക്ക് ആവും. അപ്പോൾ ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എക്സൽ എടുക്കും. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതെനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നില്ല. ഇതിങ്ങനെ ലൂസ് ഫിറ്റായിട്ട് ഇടുന്ന ടൈപ്പിൽ ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ എക്സലാണ് എടുത്തത്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ്. അടുത്തത് നമുക്ക് ഈ വലിയ പെട്ടി പൊട്ടിക്കാം. അതിങ്ങനെ എന്താ പറയുക, ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ്ടല്ലോ. അപ്പം നമുക്ക് അതിനകത്ത് എന്താണെന്നറിയാം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക, തവ, പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അപ്പച്ചട്ടി, അതൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെ നേരെ വെച്ച് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചും നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇങ്ങനെ നമുക്കിങ്ങനെ അവിടെ ഇവിടെയും വെക്കാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാണ്ടൊക്കെ ഈ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നോളും. അപ്പം ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ എൻ്റെ മീഷോ ഹോൾ എന്ന് പറയണത്. എല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റ്സ് ആയിരുന്നു. ആകെ ആ ബ്ലൂ ഡ്രസ്സും പിന്നെ നമ്മുടെ ആ സീൽ ചെയ്യുന്ന ആ സംഭവം മാത്രം നമുക്ക് റിട്ടേൺ അയക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഹാപ്പി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആ ബ്ലാക്ക് ഡ്രസ്സ് ഒന്ന് വെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ സ്ലീവും 3/4 സ്ലീവാണ് വരണേ. വീനെക്ക്, പിന്നെന്താ സ്ലിറ്റിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാണ്. നല്ല കംഫർട്ടബിൾ, പെർഫെക്റ്റ് സ്റ്റിച്ചിങ്. ഇങ്ങനെ ഷേപ്പ് പിടിക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ്, പക്ഷേ ലൂസ് ഫിറ്റ് ഇടാനാണ് അത് കുറച്ചും കൂടി രസം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബായ്.